ഇന്നാട്ടോ ചായ. പുലരുമ്പോൾ തന്നെ ഒരു ചെത്തുകാരൻ വീട് വിട്ടിറങ്ങി. മുത്തപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുടുംബം പോകാൻ, ഒരടുപ്പ് പുകയാൻ. കേരളത്തിൻ്റെ ഗ്രാമജീവിതം പണ്ട് ഈ കാഴ്ച കണ്ടായിരുന്നു ഉണർന്നത്. തെങ്ങിലും പനയിലും അവർ ജീവിതം തിരഞ്ഞു. ആ തൊഴിൽ പിന്നെ അവരുടെ വംശത്തിൻ്റെ നാമമായി. അക്കാലത്ത് നാട്ടിൻപുറത്തെ പുലരികൾ തുടിച്ചത് ചെത്തുകള്ളിൻ്റെ മധുരത്തിലായിരുന്നു. കുടിക്കുന്നവൻ അറിയുന്നില്ലെങ്കിലും ജീവൻ പണയപ്പെടുത്തിയ തൊഴിലാണ് ചെത്ത്. പത്ത് മുതൽ 15 ദിവസം വരെ ഒരു തെങ്ങിൻ കുല പാകപ്പെടുത്താൻ സമയമെടുക്കുന്നു. പനയും തെങ്ങും മനുഷ്യനും ചേർന്നൊരു കാലം മലയാളിയുടെ ജീവിതത്തിലെ മായാത്ത ചിത്രങ്ങളാണ്. തങ്ങളുടെ കുലത്തൊഴിലിൻ്റെ മഹത്വം അവരിൽ ചിലരെങ്കിലും ഇന്നും ഹൃദയത്തിൽ ചേർക്കുന്നു. ഞങ്ങളെ അച്ഛൻ്റെ അച്ഛനായിട്ടും ചെത്ത് തന്നെയായിരുന്നു പണി. അപ്പം ആ തൊഴിൽ തന്നെ മക്കളും പഠിച്ച് ചെത്തിയേ. എല്ലാ സമയത്തൊന്നും കള്ളില്ല, ചില സമയത്ത് കള്ളുണ്ട്. ഉള്ളപ്പം ജീവിക്കില്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ കഴിഞ്ഞു കൂടും. എല്ലാം മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. അവരുടെ കാൽപാദങ്ങളും വിയർപ്പ് തുള്ളികളും ഭൂമിയിലെ ഓരോ മൺതരിയിലും ചേരുന്നു. പഴയ കേരളത്തിലെ ആഘോഷങ്ങളിലും ക്ഷേത്രോത്സവങ്ങളിലും ഗ്രാമീണ സംഗമങ്ങളിലും കള്ളൊരു പങ്കാളിയായിരുന്നു. ഞങ്ങളുടെ കാരണന്മാരൊക്കെ ചെത്തുകാരായിരുന്നു. പിന്നെ ഇപ്പം മക്കള് ചെത്തുകാരായിട്ട് അങ്ങനെ പോകുന്നു. പുതിയ തലമുറ എന്നിപ്പോ ചെത്തിനോട് ഭയങ്കര മടി അവർക്കൊക്കെ. പിള്ളേർക്കൊന്നും ഇതിനോട് താല്പര്യമില്ല. പെൻഷൻ കിട്ടുന്നുണ്ട്, വേറെ ഒന്നുമില്ല. രണ്ടു കൊല്ലെങ്കിലും വേദന മാറുന്നില്ല. എല്ല് പൊട്ടിയത് ഇവിടെയാണ്, ഈ ഇണക്കിന്. ചെറുപ്പ കാലിന് തീരെ ബലമില്ല, അതുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. ഈ കയറിൽ പിടിച്ചിങ്ങനെ ഇരിക്കാം. മാട്ടത്തിൽ വീണൊരു കള്ള് കുമ്പത്തിലൊഴിച്ചിട്ട് തെങ്ങോല ഊരിയെടുത്ത് കളിമണ്ണ്
പുരട്ടണത് തെങ്ങോല ഊരിയെടുത്ത് കളിമണ്ണ് പുരട്ടണത് ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് പന പോലെയുള്ളയൊരുത്തൻ ചെറുചോദ്യം തള്ളുന്നേ മധുരക്കള്ളിത്തിരിതായോ വിറയൊന്നു മറക്കട്ടെ അങ്ങേല പെണ്ണും പിള്ള ഇടവഴിയിൽ കണ്ണും നട്ട് അപ്പത്തിൻ കഥയും ചൊല്ലി പുഞ്ചിരി നീട്ടി വിളിക്കുന്നേ പുഞ്ചിരി നീട്ടി വിളിക്കുന്നേ ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് ഷാപ്പിന്റെ ചെറുവിടമെല്ലാം പതയോടെ നുരയുന്നേ കൊതിയുള്ളവർ പെരുവഴി ചുറ്റി മേൽമീശമിനുക്കുന്നേ കപ്പയിലെ മീൻകറിയെല്ലാം മെരിവോടെ തിളങ്ങുന്നേ കള്ളെല്ലാം പള്ള നിറച്ചോർ താളത്തിൽ കൊട്ടുന്നേ താളത്തിൽ കൊട്ടുന്നേ ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് ആരാന്റെ തെങ്ങും മേലെ ആരാണ്ട കേറണത് ഊരയിലെ കത്തിയും വെച്ച് മണ്ടയ്ക്കു കുതിക്കണത് മാട്ടത്തിൽ വീണൊരു കള്ള് കുമ്പത്തിലൊഴിച്ചിട്ട് തെങ്ങോല ഊരിയെടുത്ത് കളിമണ്ണ് പുരട്ടണത് തെങ്ങോല ഊരിയെടുത്ത് കളിമണ്ണ് പുരട്ടണത് ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് ഓ കള്ളേ 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 തെങ്ങിൻ കോല നീര് ഓ കള്ളേ 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 മധുരപ്പനി നീര് തെങ്ങും പനയും അവർക്ക് അന്നം തരുന്ന വൃക്ഷങ്ങളാണ്. ജീവിതത്തിന്റെ കാഠിന്യത്തിനിടയിലും അവർ അത് പ്രാർത്ഥനയോടെ സ്മരിക്കുന്നു. ഞാൻ 20 കൊല്ലമായി. 20 കൊല്ലം കഴിഞ്ഞു. പഠിക്കാൻ സ്കൂളിൽ പോകല് അന്ന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു 8-10 വരെയൊക്കെ പോകും കൂടി വന്നാൽ. അത് കഴിയുമ്പം എന്തെങ്കിലും പണി കണ്ടു പിടിക്കുക. അപ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ ചേർത്തുന്നേ പാക്കൂടത്തിൽ അങ്ങനെ പോയി വെറുതെ കാണാൻ വേണ്ടി തെങ്ങുമല്ലി ഞാൻ പോയപ്പോൾ ഇത് കണ്ടുപഠിച്ചു. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തുടങ്ങി പരിപാടി. ഇപ്പം നമ്മുടെ ഈ കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആരൊക്കെ പിള്ളേരോടൊന്നും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ നാണക്കേട് പോലെ ഇത് കള്ള് ചേർത്തൽ കള്ള് കുടിക്കൽ. ഇപ്പം അവർക്ക് വേറെ ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കി പോകല്ലേ. ഇനി ആരും ഉണ്ടാവില്ല ഇതിനൊന്നും. ഇതിവിടെ നമ്മുടെ ഈ തലമുറയുടെ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, സംഭവം തീർന്നു. നീ അച്ഛൻ്റെ കൂടെ ചെത്തുകളിലൊന്നും പഠിക്കാൻ പോകുന്നില്ലേ? ഞാനൊന്നില്ല ഈ പണിക്ക്. ഈ പണിക്കൊന്നും ഞാൻ ഇറങ്ങില്ല. ഈ കാലത്തൊക്കെ അതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? പനയിലെ കുലകളൊരുക്കി അത് തിരുമ്മി പാകപ്പെടുത്തി കള്ളു വീഴ്ത്തുന്നത് ഒരു ശ്രമകരമായ തൊഴിലാണ്. 1.5 മാസം ഈ പ്രവൃത്തി ക്ഷമയോടെ തുടർന്നാലാണ് കള്ള് കുടത്തിലേക്ക് വീഴുകയുള്ളൂ. നമ്മുടെ പരമ്പരാഗതമായ എത്രയെത്ര അറിവുകളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. പോരാട്ടോ, ഈ കുലത്തൊഴിലുകളെ ഇതൊക്കെ എന്താ സ്ഥിതി പറഞ്ഞത്? കുലത്തൊഴിലുകളുടെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. ഉദാഹരണത്തിന് ചെത്തുകാരെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ആത്മാവ് കൂടിയുള്ളുന്നത് ഇത്തരം കുലത്തൊഴിലുകളിലും അതിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ സംസ്കാരം. ഇപ്പം അത് അന്യം നിന്നുകൊണ്ട് പോവുകയാണ്. പിന്നെ ഈ കുലത്തൊഴിലുകൾ നശിക്കുമ്പോൾ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെയാണ് കൂടെ നശിച്ചു പോകുന്നത്.
കള്ളുചെത്ത് അപകടത്തിൻ്റെയും വെറുപ്പിൻ്റെയും മറന്നുപോയൊരു പേര്. കാലത്തിൻ്റെ കാറ്റിൽ പറന്നു പോകുന്നൊരു തൊഴിൽ. എങ്കിലും കഷ്ടപ്പാടിൻ്റെ ആ ജീവിതം കേരള ചരിത്രത്തിലെ മായാത്ത മുദ്രകൾ തന്നെയാണ്.